ബാഴ്സലോണ അത്ലറ്റിക്കോ മാച്ചിൽ ഏറ്റവും കോൺട്രവേഴ്സ്യൽ ആയ സംഭവമായിരുന്നു നമ്മുടെ ഒരു ഹാൻഡ് ബോൾ വിഷയം. ഏകദേശം 54 മിനിറ്റിലാ തോന്നുന്നുണ്ട് ആ ഒരു അത്ലറ്റിക്കോ ഗോൾ കീപ്പർ പന്ത് ഇറക്കി കൊടുക്കുന്നു. പക്ഷെ ആ ഒരു ഡിഫൻഡർ കൈകൊണ്ട് പിടിച്ചിട്ട് വീണ്ടും ഗോൾ കീപ്പർ പന്ത് ഇറക്കുന്നു. അത് ആകെ വിവാദമായിട്ട് മാറിയ സംഭവമാണ്. അപ്പോൾ ഇതിനെ പറ്റി ഹാൻസി ഫ്ലിക്കിന് എന്താണ് പറയാനുള്ളത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഹാൻസി ഫ്ലിക്കിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ, ദർ വാസ് എ ക്ലിയർ റെഡ് കാർഡ് ആൻഡ് പെനാൽറ്റി ഫോർ us. വേർ ഈസ് വാർ എന്നുള്ളൊരു ചോദ്യമാണ്. അതായത് അത് ക്ലിയർ റെഡ് കാർഡാണ്, അതുപോലെ തന്നെ ഒരു പെനാൽറ്റി കൂടിയാണ് എന്നുള്ള സംഭവമാണ്. ഇത് എന്റെ അഭിപ്രായം ഇത് പെനാൽറ്റി കൊടുക്കേണ്ട സംഭവമാണ്. കാരണം ഇതിന് മുമ്പത്തെ ഒരു ഇൻസിഡന്റ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ വേറെ ലീഗിലും ഞാൻ ഇങ്ങനെ കൊടുക്കാത്ത വിഷ്വലും കണ്ടു. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് അവരൊരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയമായിരുന്നു അത്. ബട്ട് ഹാൻസി ഫ്ലിക്കിന്റെ അഭിപ്രായത്തിൽ പെനാൽറ്റി കൊടുക്കണം, റെഡ് കാർഡ് കൊടുക്കണം എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. എന്റെ ഇതിൽ അത് യെല്ലോ കാർഡ് കൊടുക്കണം, അതുപോലെ തന്നെ പെനാൽറ്റി കൊടുക്കണം. ഐ ആം നോട്ട് ഈവൻ ഷുവർ ഇറ്റ് വാസ് എ റെഡ് കാർഡ് ഫോർ കുബാർസി ഇൻ ഫസ്റ്റ് ഹാഫ്. ഇനി കുബാർസിന്റെ വിഷയത്തിൽ അത് റെഡ് കാർഡ് ആണോ എന്നുള്ളത് പുള്ളിക്കാരന് സംശയമാണ് എന്നൊരു കാര്യം പറയണത്. അത് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് എന്താ വെച്ചാൽ, ആ ഒരു പന്ത് ഫൗൾ ചെയ്യുന്ന സമയത്ത് പന്ത് ഫുള്ളായിട്ട് ആ ഒരു സിമിയോണിയുടെ മുമ്പിൽ എത്തിയിട്ടില്ല. അതായത് പന്ത് ഇങ്ങനെ ഓൺ ദ വേ ആണ്, അത് ആടെ ഒരു ബാക്കിലൂടെ പന്ത് വരുന്ന സമയത്താണ് സിമിയോണെ ഫോളോ ചെയ്യുന്നത്. പക്ഷെ അത്തരത്തിലുള്ള നമ്മുടെ സിമിയോണയുടെ ആ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരനാണ് മുമ്പിൽ നിൽക്കുന്നത്, ബാക്കിൽ നിന്ന് വന്ന് ഫോളോ ചെയ്യാണ്. അത്തരത്തിലുള്ള അത്രയും ഓപ്പൺ ചാൻസ് ആണ്, 1:1 ആണ്. അത് നോർമലായിട്ട് എല്ലായിടത്തും റെഡ് കാർഡ് തന്നെ കൊടുക്കില്ല. അപ്പോൾ അതിന് വലിയ എനിക്ക് പുള്ളിക്കാരന്റെ സ്റ്റേറ്റ്മെന്റ് വാങ്ങിച്ച് പുള്ളിക്കാരൻ ഷുവർ അല്ലാന്ന് പറയുന്നത്, പക്ഷെ എനിക്ക് ആ സംഭവം ഭയങ്കര ഷുവറാണ്. അപ്പോൾ ഏതായാലും ഇതാണ് ഹാൻസി ഫ്ലിക്കിന്റെ സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങൾ. ഇനി കളി കഴിഞ്ഞു, റമോണ്ടാടെ വരുമോ എന്നുള്ള കാര്യമാണ് വലിയ ചോദ്യം. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അഭിപ്രായം കമന്റ് ചെയ്യുക. കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.